महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव അളവില്ലാത്ത വിധത്തിൽ സ്വർണവും രത്നങ്ങളും ഈട്ടം കൂടി കിടക്കാനുള്ള കാരണമെന്ത് എന്ന് ധർമ്മപുത്രർ ചോദിച്ചപ്പോൾ ധർമ്മപുത്രരുടെ ചോദ്യത്തിന് ഉത്തരമായി വ്യാസൻ മരുത്തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. കശ്യപൻ്റെ പുത്രൻ മരീചി മഹർഷി, മരീചിയുടെ 2 പുത്രന്മാരാണ് ബൃഹസ്പതിയും സംവർത്തനും. അതിൽ സംവർത്തൻ വിദ്യാഭ്യാസത്തിൽ പിന്നിലും ആളുകളുമായി ഇടപെടുന്നതിൽ മൗനിയും അകവലിവ് ഉള്ളയാളുമായിരുന്നു. ഇൻട്രോവേർട്ട്, അകവലിവ്, ഒരു അന്തർദർശന കാംക്ഷ ഉള്ളയാളായിരുന്നു. ബൃഹസ്പതി എല്ലാം പഠിക്കുകയും ആ പഠിച്ചതെല്ലാം പ്രകടിപ്പിക്കുകയും എല്ലാവരോടും ഇടപെടുകയും ആളുകളുടെ ബഹുമതിയും സമാദരവും നേടിയെടുക്കുകയും അതുവഴി വലിയ പ്രശസ്തനാവുകയും വലിയ സദസ്സുകളിൽ പോയി ഇതിഹാസ പുരാണങ്ങൾ വ്യാഖ്യാനം ചെയ്യുകയും ഉപനിഷത്തുകളിലെ തത്വം പ്രവചനം ചെയ്യുകയും വലിയ രാജകുടുംബങ്ങളുടെ രാജഗുരുവും കുലപുരോഹിതനും ആയി തീരുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കീർത്തിധാവള്യം 4 ദിക്കിലും വ്യാപിച്ചു. അപ്പോഴാണ് ദേവന്മാർ തമ്മിൽ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കുന്നതിന് അവസാന വാക്ക് പറയത്തക്ക വിധത്തിൽ ജ്ഞാനവിഷയങ്ങളെ സംബന്ധിച്ച് പരിപൂർണത കൈവരിച്ച ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് എന്നവർക്ക് തോന്നിയത്. ആ അന്വേഷണത്തിലാണ് മാതലി, ദേവേന്ദ്രൻ്റെ പ്രിയപ്പെട്ട തേരാളി മാതലി, ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്. അതിനുശേഷം ദേവേന്ദ്രൻ വന്ന് ഇദ്ദേഹത്തെ കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ദേവന്മാരുടെ ഗുരുവായിരിക്കാൻ സമ്മതമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് കുറഞ്ഞു. ഇടയ്ക്ക് വരും, ആശ്രമത്തിൽ മരീചിയുടെ ആശ്രമത്തിൽ വരും എന്നുള്ളതല്ലാതെ അദ്ദേഹം സ്ഥിരമായിട്ടുള്ള ഭൂമിയിലെ വാസം ഉപേക്ഷിച്ചു. ആവിക്ഷിതനായ മരുത്തൻ്റെ അധീശത്വമുണ്ടായിരുന്ന രാജാവായിരുന്നു അവിക്ഷിത്. അവിക്ഷിത്തിൻ്റെ പുത്രനായ മരുത്തന് കുലഗുരുവിൻ്റെ അഭാവത്തിൽ തങ്ങളുടെ പല വൈദികമായ ചടങ്ങുകളും മുടക്കേണ്ടി വന്നു. തൻ്റെ കീഴിലുള്ള രാജാക്കന്മാർ തൻ്റെ അധീശത്വത്തിൽ നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അതിൻ്റെ മുറുക്കം ഒന്നുകൂടി കൂട്ടണം. അതിന് അശ്വമേധയാഗം ചെയ്യുകയും അശ്വമേധത്തിൻ്റെ കുതിരയെ അശ്വമേധത്തിന് ഉന്നിയിട്ടുള്ള, അതിനുവേണ്ടി ഒഴിഞ്ഞു വച്ചിട്ടുള്ള കുതിരയെ ചെറിയ സൈന്യത്തോടുകൂടി എല്ലാ രാജ്യങ്ങളിലൂടെയും സഞ്ചരിപ്പിക്കുന്നതിനും അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനങ്ങളെല്ലാം ചെയ്തെങ്കിലും കുലഗുരുവില്ലാതെ അശ്വമേധം അസാധ്യമാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഒരിക്കൽ വന്നപ്പോൾ ആശ്രമത്തിൽ ചെന്ന് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചത്. അദ്ദേഹം മരുത്തനെ അത്ര വേഗം അറിഞ്ഞില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുപോലെ നടിച്ച് മനുഷ്യർക്ക് ഇനി ഞാൻ കുലഗുരുവായിരിക്കുകയോ യജ്ഞം നടത്തി കൊടുക്കുകയോ ചെയ്യുന്നതല്ല, എനിക്ക് അത്രയ്ക്ക് തിരക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ള മറ്റ് ആരെയെങ്കിലും ഋഷിമാരെയോ സന്യാസിമാരെയോ യോഗികളെയോ പൗരോഹിത്യം പഠിച്ചിട്ടുള്ള വലിയ പുരോഹിതന്മാരെയോ നിങ്ങൾ വേണമെങ്കിൽ
സമീപിക്കുക. വല്ല വാസിഷ്ഠനോ നിസ്സാരമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. വല്ല വസിഷ്ഠനോ അത്രി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത്തി ഇത്തി അരയാൽ പേരാൽ അത്രി ഇത്രി അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ സമീപിച്ച് ആ കാര്യങ്ങൾ നടത്തുക. അതിനൊക്കെ എൻ്റെ സ്വന്തം കാര്യം പോലും നോക്കാൻ സമയമില്ലാത്ത എന്നെ സമീപിച്ചത് എന്തായാലും തെറ്റായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ പ്രശംസിച്ച് പറയുകയും ദേവേന്ദ്രൻ്റെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചതിൽ തനിക്കും ചാരിതാർത്ഥ്യമുണ്ട് എന്ന് പറയുകയും കാലിൽ ദണ്ഡ നമസ്കാരം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം കാല് മാറ്റിക്കളയുകയും ഒക്കെ ചെയ്തത് വലിയ അപമാനമായി മരുത്തന് തോന്നി. ഇങ്ങനെയാണെങ്കിലും മരുത്തൻ വളരെ ശക്തനായ രാജാവ് തന്നെയായിരുന്നു. അദ്ദേഹം ഇതെല്ലാം മനസ്സിൽ കരുതി ഇദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങനെ പലരെയും മനസ്സിൽ വെച്ചിങ്ങനെ അദ്ദേഹം താരതമ്യം ചെയ്ത് നോക്കി. ഇയാൾ പറ്റുമോ, ഇയാൾ പറ്റുമോ, ഇയാൾ പറ്റുമോ. അവരൊന്നും ബൃഹസ്പതിയുടെ അത്ര മന്ത്രസിദ്ധിയുള്ളവരല്ല. അത്ര അനായാസമായി പലവിധ യജ്ഞങ്ങളും ചെയ്യത്തക്ക വിധത്തിലുള്ള ആളുകളുമല്ല. കാരണം ഈ അശ്വമേധം എന്ന് പറയുമ്പോൾ അത് ഒറ്റ യജ്ഞമല്ല, അതിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള അനുബന്ധ യജ്ഞങ്ങളും ചെയ്താണ് ഇത് അശ്വമേധത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരാളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹം കെടാതെ കനലായി അവശേഷിച്ചിരുന്നു. അത് ബൃഹസ്പതിക്ക് ഒരു അനുജനുണ്ടായിരുന്നല്ലോ എന്നുള്ള ചിന്തയാണ്. അദ്ദേഹം എവിടെയാണ് എന്നിങ്ങനെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാം എന്നുള്ളതല്ലാതെ എവിടെയാണ് എന്ന് തീർത്ത് പറയുക വയ്യ. പണ്ട് വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ വീട്ടിലും ആശ്രമത്തിലും വരാറില്ല. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ വലിയ പ്രയാസമാണ്. ആളുണ്ട്, ജനങ്ങളുടെ കൂട്ടത്തിലോ തീർത്ഥകേന്ദ്രങ്ങളിലോ വ്യാപാര കേന്ദ്രങ്ങളിലോ സംവാദ കേന്ദ്രങ്ങളിലോ ഒന്നും അദ്ദേഹം വരാറില്ല. കണ്ടാൽ തിരിച്ചറിയാനും വിഷമമാണ്. വാരാണസിയിൽ എവിടെയോ കണ്ടതായി പറയുന്നുണ്ട്. വാരാണസിയിൽ എവിടെയോ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ചെന്ന് കണ്ടുപിടിക്കും? എങ്കിലും അദ്ദേഹം തൻ്റെ വിശ്വസ്തന്മാരായ അനുചരന്മാരോടുകൂടി വാരാണസിയിലെത്തി പ്രധാനപ്പെട്ട സന്യാസ കേന്ദ്രങ്ങളിലും ഋഷി വാടങ്ങളിലുമെല്ലാം അദ്ദേഹം അന്വേഷിച്ചു. സംവർത്തനയെ അന്വേഷിച്ചിങ്ങനെ നടന്നു. അങ്ങനെ നിരാശനായി ഗംഗാനദിയുടെ തീരത്തിരിക്കുമ്പോൾ നാരദൻ വരുന്നു. അപ്പം നാരദനെ പരിചയമുണ്ട് നേരത്തെ തന്നെ. അപ്പം നാരദൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ നദിയുടെ ഒഴുക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആത്മഹത്യ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചു. ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം, അപ്പം ചെയ്താൽ മതി, ഇപ്പം വേണ്ട എന്ന് പറയും. അപ്പോൾ നാരദനെ കണ്ടപ്പോൾ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു. അപ്പം നാരദൻ ചോദിച്ചു, ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ എൻ്റെ സാന്നിധ്യം ഈശ്വരൻ അത്ര അനിവാര്യമാണോ? അതല്ല, അങ്ങയെ കണ്ടുവല്ലോ. എന്നെ കണ്ടു. എന്തിനാ എന്നെ കാണണമെന്ന് വിചാരിച്ചത്? ഞാനിങ്ങനെ ഒരു അശ്വമേധയാഗത്തെക്കുറിച്ച് സംവർത്തനയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അല്ലടാ ഗോവി, അയാളൊരു ചേട്ടനുണ്ടായിരുന്നല്ലോ, അയാളുടെ സ്ഥലത്തൊക്കെ ഇല്ലേ? അല്ല, അത് ദേവർഷിക്ക് അറിയാമല്ലോ, അദ്ദേഹം സ്വർഗത്തിലാണല്ലോ. കണ്ടു ഞാനവിടെ അയാളെ. അയാൾ കൊണ്ടൊന്നും വരാറില്ല ഇപ്പോൾ ഇല്ലേ? ഇപ്പോൾ വരാറില്ല. ഇപ്പോൾ പുള്ളി ദുബായിൽ തന്നെയാണ്. ദുബായിലെ എല്ലാ രാജ്യങ്ങളിലും അയാൾക്ക് കച്ചവടമാണ്. അതുകൊണ്ട് അയാളിപ്പോൾ ഇങ്ങോട്ട് വരാറില്ല. അയാളുടെ അനിയനുണ്ടല്ലോ, അയാളാണ് ശരിക്കും യോഗ്യൻ, അല്ലാതെ മറ്റവനല്ല. അല്ല, പുള്ളിയെ അന്വേഷിച്ചാണ് ഞാനും ഇറങ്ങിയത്. അപ്പോൾ മഹർഷിയെ കണ്ടപ്പോൾ അങ്ങേക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളില്ലല്ലോ.
ഇതൊക്കെ എല്ലാവരും പറയാറുള്ളതാണ് ആവശ്യം വരുമ്പോൾ കാര്യം കാണാൻ. സാർ ഈ സമ്പർത്തനം ഈ ബൃഹസ്പതിയെ പോലെ സമ്പർത്തനം. പാണ്ഡിത്യം ഉണ്ടോ? അത് ഞങ്ങളില്ല. ബൃഹസ്പതി അത്ര ആർക്കും ഇല്ലല്ലോ. ആ ഇത് ഋഷിയാണ് ഇയാളെ. ആ ഇയാൾ തപസ്വിയാണ്. തപസ്യാണ്. ആ, അതുകൊണ്ട് ഈ യജ്ഞങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള അതൊക്കെ അറിയാം. അതൊക്കെ അറിയാം. പിന്നെ അതൊന്നും പ്രകടിപ്പിക്കാറില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ആളുകൾ ധരിക്കുന്നത് മറ്റവനെന്നൊന്നും അറിഞ്ഞുകൂടാ, ഇവനാണ് എഴുന്നള്ളുന്നത്, ഇവനാണ് കാര്യങ്ങൾ പറയും, തർക്കിക്കും, അദ്ദേഹം പഠിച്ചതെല്ലാം പറഞ്ഞു കേൾപ്പിക്കും, ചൊല്ലി കേൾപ്പിക്കും. ഇങ്ങനെ ചെറുപ്പം മുതലേ ഇങ്ങനെ വന്നതുകൊണ്ട് അപ്പോൾ വേദത്തിൽ നിന്നൊരു മന്ത്രം ഉദ്ധരിക്കും, മന്ത്രത്തിൻ്റെ അർത്ഥം പറയും. ഇങ്ങനെ പ്രശസ്തി അടിച്ചെടുത്തു. എന്ന് വെച്ചാൽ നല്ല പബ്ലിക് റിലേഷൻ ഉണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പബ്ലിക് റിലേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളുണ്ട്. ആളുകൾ പല സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞ് ബൃഹസ്പതിയോ ഒയ്യോ ബ്രഹ്മാവ്, ഒരു ദിവസം ബ്രഹ്മാവ് അവിടെ വന്നിരുന്നു ബൃഹസ്പതിയുടെ അടുത്ത്. അതെന്തായിരുന്നു ഒരു പിന്നെ മന്ത്രത്തിൻ്റെ അർത്ഥം ചോദിക്കാൻ ബ്രഹ്മാവ്. ബ്രഹ്മാവ് വന്നു. ബ്രഹ്മാവ് വന്നു. എന്നിട്ട് കമ്പ് കൂടുതലായപ്പോൾ അവിടെ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ചില കമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞു. മാവാണല്ലോ വന്നത് ബ്രഹ്മാവിൻ്റെ. അപ്പോൾ കമ്പുകളൊക്കെ മുറിച്ചപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് ബ്രഹ്മാവ്, പോകാൻ നിവൃത്തിയില്ലാതെ. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാർ പല സ്ഥലത്ത് വരുന്നിങ്ങനെ പറയും. ഒരുത്തൻ വാരാണസിയിൽ ഇരുന്ന് പറയും, ഒരുത്തൻ കന്യാകുമാരിയിൽ വന്നിരുന്ന് പറയും. രാമേശ്വരം എന്ന് പറയാൻ നിവൃത്തിയില്ല, കാരണം ഇത് രാമന് മുമ്പാണ് ഈ സംഭവം. ഇവരൊക്കെ ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രാമൻ വരുന്നത്. അപ്പോൾ അവിടെ പോയി കന്യാകുമാരിയിൽ ഇരുന്നുകൊണ്ട് പറയും. പിന്നെ ഹിമാചൽ പ്രദേശിൽ പോയി ഇരുന്നുകൊണ്ട് പറയും. ബംഗ്ലാദേശിൽ പോയി ഇരുന്നുകൊണ്ട് പറയും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ബംഗാൾ ഉൾക്കടലിൽ ഇരുന്നുകൊണ്ട് പറയും. അപ്പം ഇങ്ങനെ വ്യാപിക്കുകയാണല്ലോ. ഈ ആശാൻ ഇവിടെ കണ്ണുടച്ച് ഇരിക്കുക. പിന്നെ ഇവനെ പരിഹസിക്കുകയും ചെയ്യും. സംവർത്തനെ ഇദ്ദേഹം ബൃഹസ്പതി പരിഹസിക്കുകയും ചെയ്യും. എല്ലായിടത്തും കാണുമല്ലോ വീട്ടിന് ശാപമായിട്ടൊരുത്തൻ. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ചെറിയ മത്സരവും വൈരാഗ്യമൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഇദ്ദേഹത്തിനും വൈരാഗ്യം തോന്നിയിരുന്നു സംവർത്തനം. പിന്നീട് ഇദ്ദേഹം ഈ തപസ്സിൽ ഉയർന്നു വന്നപ്പോൾ അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ള അത് പ്രത്യേകം മനസ്സിലാക്കുകയും സാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്ത് സാക്ഷാത്കാരം ഉണ്ടായതിനു ശേഷമാണ് ഇദ്ദേഹം ഇറങ്ങി സഞ്ചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇദ്ദേഹം ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. അളകയുടെയും ഗംഗയുടെയും സംഗമസ്ഥാനത്ത് പോയി കാവലിരിക്കണം. ചിലപ്പോൾ 1 മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ശരീരത്തിന് മുഴുവൻ ചെളി പിടിച്ച വലിയ ജട കെട്ടി, മുഖം കാണാൻ പാടില്ലാത്ത വിധത്തിൽ താടിയും രോമവും ഒക്കെ വളർന്ന് അല്പവസ്ത്രനായ ഒരാൾ വരും. അപ്പോൾ നാരദൻ എന്ന് പറഞ്ഞാൽ മതി അയാൾ കേൾക്കെ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പുരസരന്മാർ, അംഗരക്ഷകന്മാരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ സംഗമ സ്ഥാനത്ത് പോയി അങ്ങനെ ഇരുന്നു. ഈശ്വര വിചാരം ചെയ്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരാളവിടെ വന്നു. മുടി വളർന്ന് ജട കെട്ടി, എന്നിട്ട് ആ ജട തന്നെ യാതൊരു ക്രമവുമില്ലാതെ മുഖത്തേക്കും തലയുടെ പിന്നിലേക്കും എല്ലാം തോളത്തേക്കും എല്ലാം ചാഞ്ഞ് കിടക്കുന്നു. മുഖം കാണാൻ വയ്യാത്ത വിധത്തിൽ രോമം വളർന്നിറങ്ങിയിരിക്കുന്ന, വായ് മൂടിപ്പോയി രോമം വളർന്നിറങ്ങിയിട്ട്, ശരീരം മുഴുവൻ ചെളി, എന്തോ ഒരു വസ്ത്രത്തിൻ്റെ തൊണ്ട് ഉടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വന്നു. അപ്പോൾ ഇദ്ദേഹം നാരദൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുടിയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നോക്കിയവനെ സമർത്ഥൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ നാരദൻ എന്ന് പറഞ്ഞത്? നിങ്ങളാണോ നാരദൻ എന്ന് പറഞ്ഞത്? അതെ. എന്താ നാരദൻ എന്ന് പറയാൻ കാര്യം? അങ്ങയെ കാണുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. നാരദൻ ഇപ്പോൾ എവിടെയുണ്ട് പറഞ്ഞു. അദ്ദേഹം അഗ്നിയിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് പറയാനാണ് എന്നോട് പറഞ്ഞത്. നിനക്കെന്താ എന്നെ കൊണ്ടൊരാവശ്യം? പറഞ്ഞിങ്ങനെ, അശ്വമേധം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു, ചേട്ടൻ നടത്തി തരില്ല എന്ന് പറഞ്ഞു.
മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു കർമ്മവും ഇനി ഞാൻ ചെയ്യില്ല. ദേവന്മാർക്കുള്ള കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് എന്നെ പ്രതീക്ഷിക്കേണ്ട, വേറെ ആരെങ്കിലും വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലപോലെ ശക്തി സംഭരിച്ചിട്ട് കാർക്കിച്ച് മുഖത്തേക്ക് ഒരു തുപ്പ് കൊടുത്തു രാജാവിൻ്റെ. അതാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞാൽ അത് ശരീരത്തിലെല്ലാം തേച്ച് പിടിപ്പിച്ചേരെ, കഴുകി കളയണ്ട, കഫമല്ലേ, നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ അദ്ദേഹം അത് തേച്ച് പിടിപ്പിച്ചു. തേച്ച് ചില ക്രീമൊക്കെ പുരട്ടുന്ന പോലെ അദ്ദേഹം അത് മുഖത്തും എല്ലായിടത്തും ഒക്കെ പുരട്ടാവുന്നത്രയും ഭാഗത്തൊക്കെ പുരട്ടി. അപ്പോൾ ചോദിച്ചു, ഇനി വേണ്ടി വരുമോ? അങ്ങയുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ക്രീം തികഞ്ഞില്ലെങ്കിൽ താഴത്തോട്ട് ക്രീം കൊടുക്കാവുന്നതാണ് ഈ പറയുന്നതേ. അപ്പോൾ അശ്വമേധം ഞാൻ നടത്തി തരാം. ഒരു വിഘ്നവും കൂടാതെ അശ്വമേധം നടത്തി തരാം. അപ്പം അതിനുള്ള മറ്റനുസാരികളെല്ലാം കൂട്ടിക്കൊള്ളു, നീ സമയത്ത് ഞാനവിടെ എത്തിയിരിക്കും, സന്തോഷത്തോടുകൂടി പോവുക. അങ്ങനെ ഇദ്ദേഹം സന്തോഷത്തോടുകൂടി തന്നെ പ്രസിഡന്മാരെയൊക്കെ വിളിച്ച്, അങ്ങോട്ട് പോയതുപോലെയല്ല, ഇങ്ങോട്ടുള്ള വരവ് ഒരു വരവാണ്. അങ്ങനെ അദ്ദേഹം വന്ന് വലിയ പന്തലിട്ടു. വിളംബരം, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം വിളംബരം നടത്തി. അപ്പോൾ ആദ്യം വരുന്നത് കച്ചവടക്കാരാണ്. ഈ പള്ളിയിലമ്പലത്തിലൊക്കെ പെരുന്നാൾ തുടങ്ങുന്നതിന്, ഉത്സവം തുടങ്ങുന്നതിന് കച്ചവടക്കാരാണല്ലോ. അങ്ങനെ കച്ചവടക്കാരെല്ലാവരും വന്ന് കൂടാരമൊക്കെ അടിച്ച്, പിന്നെ കലാപരിപാടിക്കാർ വന്ന് അവരുടെ ഇതിൻ്റെ സമിതിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് നരസിംഹവിലാസം കഥകളി ഇതുപോലുള്ള സെറ്റുകളെല്ലാം വന്ന് അവിടെ, പിന്നെ ഹരികഥാകാലക്ഷേപം, മറ്റു തരത്തിലുള്ള സംവാദങ്ങൾ, വ്യാഖ്യാനം, ഇതെല്ലാം ഉണ്ട്. നിറഞ്ഞു കച്ചവട സംഘങ്ങൾ വന്നിട്ട്. അപ്പോൾ അവിടെ വെച്ച് മറ്റേ ഇതുകൊണ്ട് പെൺകുട്ടികളെ കൊണ്ടുവരും, കല്യാണം കഴിയാറായ. അപ്പോൾ അവിടെ ചോദിക്കും, ആ കുട്ടി, അത് നമ്മുടെ പിന്നെ കുഞ്ഞികൃഷ്ണമേനോൻ്റെ അമ്മയുടെ ആലോചനകളുണ്ടാവും. അമ്മയുടെ രണ്ടാമത്തെ കുടിയിലെ മൂന്നാമത്തെ മകളാണ്. കല്യാണമൊന്നും ആയില്ല. അപ്പോൾ നമ്മുടെ പേരെ കുട്ടിക്ക് ആലോചിക്കാമല്ലോ, പിന്നെന്താ. അതിൻ്റെ എല്ലാവരോടെ തന്നെ ഉണ്ടാവും, അവരതിൻ്റെ വിവരങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ സമൂഹത്തിലെ പലതരത്തിലുള്ള വ്യാപാരങ്ങളുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും കച്ചവടങ്ങളുടെയും വാണിജ്യ താല്പര്യങ്ങളുടെയും ഒരു കേന്ദ്രം കൂടിയായിട്ട് മാറും. അതുപോലെ സർവ്വകലകളോടെ കൊണ്ട് അവതരിപ്പിക്കും. പിന്നെ മാപ്പിളപ്പാട്ടാണല്ലോ ആദ്യം. മാപ്പിളപ്പാട്ട്, ദഫ് മുട്ട്, ഇതെല്ലാം ഉണ്ടാവും അവിടെ. അത് കഴിഞ്ഞ് ഇതിനുള്ള പന്തലും ഉയർന്നു. അശ്വമേധത്തിനുള്ള കുതിരകളെ വരുത്തി. അതിൽ നിന്ന് ലക്ഷണത്തെ കുതിരയെ ഈ ഋത്തിക്കുകളാണ് തിരഞ്ഞെടുക്കുന്നത്. മറ്റവരുടെ സഹായം ഉണ്ടാകും. ശരീരജ്ഞാനം ഉള്ളവരുണ്ടാകും. ഈ മടിയുള്ള കുതിരയായിരിക്കരുത്. പ്രേരണ കൊടുത്താൽ അതനുസരിച്ച് എന്ത് കുതിരകയറ്റത്തിനും മിടുക്കനായ കുതിരയായിരിക്കണം. അതിൽ നിന്നാണ് ഈ കുതിരകയറ്റം എന്നുള്ള വാക്ക് തന്നെ പ്രയോഗം തന്നെ ഉണ്ടായത്. പിന്നെ അതിന് പറ്റിയ കുതിരകളെല്ലാം ബാഹ്ലീകം എന്ന് പറയുന്ന സിന്ധു നദിയുടെ തീരത്തുള്ളൊരു പ്രദേശത്തു നിന്നാണ് ഈ കുതിരകളെ കൊണ്ടുവരുന്നത്. പിന്നെ അറബി കുതിരകളെയും കൊണ്ടുവരും. അപ്പം അതെല്ലാം തിരഞ്ഞെടുത്ത് നിർത്തി എല്ലാ തരത്തിലുള്ള സൈനിക സജ്ജീകരണം. യുദ്ധം വരും, ചിലപ്പോൾ ഇത് നടത്താൻ സമ്മതിക്കില്ല അയൽ നാട്ടിലെ രാജാവ്. അങ്ങനെ വന്നാൽ യുദ്ധം വരും. അതിനുള്ള ആനപ്പട തുടങ്ങിയിട്ടുള്ള ചതുരംഗപ്പട സന്നദ്ധമാക്കുന്നത് ഒരു വശത്ത്. ഇങ്ങനെ എല്ലാ തരത്തിലും തകൃതിയാണ്. പിന്നെ ആഹാര വിൽപ്പന, പലഹാരങ്ങളുടെ വിൽപ്പനയുടെ കേന്ദ്രങ്ങൾ, അതങ്ങനെ ഒരു വശത്ത്. ഇതിനെല്ലാം പ്രത്യേക സ്ഥലമുണ്ട്. ഈ ആഹാര വിൽപ്പന നടത്തുന്ന ഭാഗത്തിൻ്റെ അകത്ത് കൊണ്ടുപോയി പുസ്തക കച്ചവടം നടത്താനൊക്കെ ഇല്ല. അത് വേറെ, ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുക, ഇതെല്ലാം വേറെയാണ്. അപ്പം അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായിട്ട് തിരിച്ച്, എന്നുവെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് നടത്തുന്നതിനേക്കാളും ഭദ്രമായ തരത്തിൽ
സി വി രാമൻ്റെ പടത്തിൻ്റെ താഴത്ത് സി വി രാമൻ പിള്ള നോവലിസ്റ്റ് എന്ന് എഴുതി വയ്ക്കുന്ന പരിപാടിയൊന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ കാമദേവൻ ബൃഹസ്പതിയോട് പറഞ്ഞു, അറിഞ്ഞില്ലേ, എന്താ, നിങ്ങളുടെ അനിയൻ അശ്വമേധയാഗം നടത്തി കൊടുക്കാൻ പോകുന്നു മരുത്തൻ. അതിൻ്റെ ഘോഷമാണ് ഭൂമിയിൽ മുഴുവൻ, എല്ലായിടത്തും, ആ രാജ്യത്ത് മാത്രമല്ല സർവ്വ സ്ഥലങ്ങളിൽ അതിൻ്റെ ഘോഷമാണ്, അതിൻ്റെ പരസ്യങ്ങളും. ഇവൻ്റ് മാനേജ്മെൻറ്റുകാരാണ് പന്തലൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഇന്ന് തമ്പടിച്ച് കഴിഞ്ഞു. അപ്പോൾ വലിയ സങ്കടമായി പുള്ളിക്ക്. പുള്ളി പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് അത് നടത്തി കൊടുക്കാൻ ഒരാൾ വന്നു, അതും തൻ്റെ വീട്ടിൽ നിന്ന്, അതും തൻ്റെ അനുജൻ. അപ്പോൾ വലിയ സങ്കടത്തോടുകൂടി ദേവേന്ദ്രനെ കണ്ട വിവരങ്ങളെല്ലാം ബോധിപ്പിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ വെറുതെ ഒരു സ്വപ്നം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഗുരുവായിട്ട് വരിച്ച ഒരാൾ നിഷേധിച്ച കാര്യം ഭൂമിയിൽ നടത്തി കൊടുക്കത്തക്ക ധൈര്യമുള്ളവനോ അതാരവൻ എന്ന് ചോദിച്ചു. അത് എൻ്റെ അനിയൻ തന്നെയാണ്. പ്രശ്നമാണ്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഒരു എതിരാളി വന്നാൽ പ്രശ്നമാണ്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇടിവെട്ടും മഴയും കൊടുങ്കാറ്റും ഇഷ്ടം പോലെ കൊടുക്കും, എല്ലാം കൂടി ഞാൻ അങ്ങോട്ട് അഴിച്ചങ്ങോട്ട് വിടാം, തകർത്ത് തരിപ്പണമാക്കി ഇതെല്ലാം ഒഴുക്കിക്കൊണ്ടങ്ങ് പോകും. അല്ല, ഇതൊക്കെ ബൃഹസ്പതിക്ക് സാധിക്കുമോ? ഇടിവെട്ടും മഴ ദേവേന്ദ്രൻ സങ്കടം പറഞ്ഞതാണല്ലോ. ഇങ്ങനെ എൻ്റെ അനുജൻ ഇങ്ങനെ ഞാൻ നടത്താൻ പാടില്ല, നടത്തില്ല എന്ന് പറഞ്ഞ അശ്വമേധയാഗം നടത്തി കൊടുക്കുന്നു അനിയൻ. ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് ആവശ്യമില്ല. അതുകൊണ്ട് ഈ ബൃഹസ്പതിക്ക് ഈ പകയും വിദ്വേഷമൊക്കെ ഉള്ളു. മിക്കവാറും എല്ലാ പതിമാർക്കും ഉണ്ട്. അതിന് വലിയ ബൃഹത്തായ പതിയാവണമെന്നും വേണമെന്നില്ല, ഒന്നുമില്ല. ചെറിയ പതിയായാലും അത് അന്യനാകുമ്പോഴാണല്ലോ കൂടുതൽ. ഇപ്പോൾ ഒരു അന്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ പോട്ടെ എന്ന് വിചാരിക്കും. ഇതല്ല, ഇവൻ ഇത്രയ്ക്ക് വലുതായോ എന്നുള്ളതാണ്. കാണാനില്ലാതെയായി എവിടെയാണെന്ന് അറിഞ്ഞുകൂടാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ അവൻ വന്നിരിക്കുന്നു. പിന്നീട് അറിഞ്ഞത് ഇങ്ങനെ നാരദനാണ് ഇവൻ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തതെന്നും ആ ഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് ബൃഹസ്പതിയെ നാരദൻ കണ്ടതുമൊക്കെയാണ്. ആ നേരിട്ട് കണ്ടിട്ടാണ് പോയി പണി ഒപ്പിച്ച് നാരദൻ ഇത് ശരിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. നാരദനെ സംബന്ധിച്ചിടത്തോളം ഒരുത്തൻ യജ്ഞം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ജാതിയും മതവും ഒന്നും നോക്കേണ്ട ആവശ്യവുമില്ല. അത് ദേവനാണോ മനുഷ്യനാണോ, ആ സ്ഥലം ഏതാണ്, ചതുപ്പ് നിലമാണോ പൊടിമണലാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിയമപ്രകാരം യജ്ഞം നടത്തി കൊടുക്കുക. അതിൽ ഇദ്ദേഹത്തിൻ്റെ നാരദ സംഹിതയുണ്ടേ, നാരദ സംഹിതയിൽ പറയുന്നത് ദക്ഷിണ വാങ്ങേണ്ടതാണ്. ദക്ഷിണ വാങ്ങിയിട്ട് ആ ദക്ഷിണ തന്നവർക്ക് തന്നെ ആ ദക്ഷിണ അപരിഗ്രഹ വ്രതം സ്വീകരിച്ചിട്ട് മടക്കി കൊടുക്കണം എന്നാണ്, തിരിച്ചു കൊടുക്കുക. അതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരാളല്ലേ ഈ നാരദൻ ജി. അത് കുടിമൂത്ത ജിയാണ്. അപ്പം അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആരും അംഗീകരിക്കാത്തത്. നാരദന് അദ്ദേഹത്തിൻ്റെ വർഗത്തിന് തന്നെ എതിരായിട്ട് അവരൊക്കെ ഈ യജ്ഞം നടത്തി കൊടുക്കുമ്പോൾ അവരൊക്കെ തൊഴിലാളികളാണല്ലോ. അപ്പോൾ തൊഴിലാളി വർഗത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന, ദക്ഷിണ വാങ്ങിച്ചൊരു മുടക്കി കൊടുക്കുക, തൊഴിലാളി വർഗത്തിന് എതിരാണല്ലോ. അപ്പോൾ ഒരു വർഗ സമരത്തിന് സ്കോപ്പില്ല അവിടെ. അപ്പോൾ ആ വർഗ സമരത്തിന് സ്കോപ്പില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആരും അംഗീകരിക്കാത്തത്. അപ്പോൾ ആ യജ്ഞം നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞതിലുള്ള പ്രതിഷേധമാണ് ഈ അനിയനെ മറ്റവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അതിനാണ് അദ്ദേഹം ഭൂമിയിലേക്ക് അപ്പോൾ അത്ര തിടുക്കത്തിൽ ചെന്നത്. അതുകൊണ്ട് യജ്ഞം നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം പറകൊട്ടി എല്ലായിടത്തും അറിയിച്ചു. അവിടെ മുഴുവനും പല രാജ്യങ്ങളിൽ നിന്ന് വന്ന, പല ഭാഷ സംസാരിക്കുന്ന, പല തരത്തിൽ വസ്ത്രം ധരിച്ച, പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിൽക്കുന്ന ആളുകളുടെ തിരക്കായി യജ്ഞം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ.